നെക്സ്റ്റ് ലെറ്റർ എ. എ. ഒ എന്ന ലെറ്ററിന് മുകളിൽ 2 ഡോട്ട് വരുമ്പോൾ എ എന്നാണ് ഉച്ചരിക്കുന്നത്. ഒ എന്ന ലെറ്ററും എ എന്ന ലെറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഒ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വായ കുറച്ചുകൂടെ തുറന്നുകൊണ്ട് ഉച്ചരിക്കണം. ഒ. എ ഉച്ചരിക്കുമ്പോൾ വായ കുറച്ച് അടച്ചു പിടിച്ച് ചുരുക്കിയാണ് ഉച്ചരിക്കേണ്ടത്. എ. എ. ördek. ördek. ördek means duck. അടുത്ത ലെറ്റർ പെ. പെ. പോർത്തക്കാൽ. പോർത്തക്കാൽ. പോർത്തക്കാൽ means orange. പാസ്ത. പാസ്ത. പാസ്ത means cake. പെ എന്ന ലെറ്ററിന് ശേഷം രെ. രെ. resim. resim means picture. radio. radio. radio means radio. re എന്നുള്ള ലെറ്ററിന് ശേഷം se. se. ses. ses. ses means sound. such. such. such means hair. സെ എന്ന ലെറ്ററിന് ശേഷം ഷെ എന്ന ലെറ്ററാണ് വരുന്നത്. ഈ ലെറ്റർ ഇംഗ്ലീഷിൽ ഇല്ലാത്ത ഒരു ലെറ്റർ കൂടിയാണ്. ഷിംദി. ഷിംദി. ഷിംദി മീൻസ് നൗ. ഷാപ്ക. ഷാപ്ക. ഷാപ്ക മീൻസ് ഹാറ്റ്. അടുത്ത ലെറ്റർ തെ. തെ. ഇംഗ്ലീഷിലെ ടി എന്ന ലെറ്റർ ടർക്കിഷിൽ തെ എന്നാണ് ഉച്ചരിക്കേണ്ടത്. തെ. തോപ്പ്. തോപ്പ്. തോപ്പ് മീൻസ് ബോൾ. ടെലഫോൺ. ടെലഫോൺ. ടെലഫോൺ മീൻസ് ഫോൺ. നെക്സ്റ്റ് ലെറ്റർ ഉ. ഉ. ഉച്ചാക്. ഉച്ചാക്. ഉച്ചാക് മീൻസ് എറോപ്ലെയിൻ. ഉസുൻ. ഉസുൻ. ഉസുൻ മീൻസ് ലോങ്. ഉ എന്ന ലെറ്ററിന് ശേഷം ഉ. ഉ. ഉ എന്ന ലെറ്ററിന്റെ മുകളിൽ 2 ഡോട്ടോട് കൂടി വരുമ്പോൾ ഉ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഉ. ഇംഗ്ലീഷിലെ ഡ്യൂ അല്ലെങ്കിൽ ന്യൂ എന്നുള്ള വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന അതേ സൗണ്ടാണ് ഉ എന്നുള്ള ലെറ്ററിനും ഉള്ളത്. ഉ. ഉസും. ഉസും. ഉസും മീൻസ് grapes. ülke. ülke. ülke means country. അടുത്ത ലെറ്റർ വെ. വെ. വക. വക. വക means event. വലിസ്. വലിസ്. വലിസ് means suitcase. വെ എന്നുള്ള ലെറ്ററിന് ശേഷം യെ. യെ. ഇംഗ്ലീഷിൽ വൈ എന്ന് പറയുമെങ്കിലും ടർക്കിഷിൽ യെ എന്നാണ് ഉച്ചരിക്കുന്നത്. യെ. യാപ്രാക്. യാപ്രാക്. യാപ്രാക് മീൻസ് ലീഫ്. യുലാൻ. യുലാൻ. യുലാൻ മീൻസ് സ്നേക്ക്. ടർക്കിഷ് ആൽഫബറ്റ്സിലെ അവസാനത്തെ ലെറ്റർ സെ. സെ. സെയ്ത്തീൻ. സെയ്ത്തീൻ. സെയ്ത്തീൻ മീൻസ് ഒലീവ്. സമാൻ. സമാൻ. സമാൻ മീൻസ് ടൈം. സോ ഇതൊക്കെയാണ് ടർക്കിഷ് ആൽഫബറ്റ്സിലെ 29 ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയ ക്യു, ഡബ്ല്യു, എക്സ് എന്നീ ലെറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പകരം ഇംഗ്ലീഷിൽ ഇല്ലാത്ത ചെ, യുമുഷാഗ്യ, ഇ, ഷെ ആൻഡ് യു എന്നീ ലെറ്റേഴ്സ് ടർക്കിഷ് ലാംഗ്വേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ടർക്കിഷ് ലാംഗ്വേജ് വളരെ മികച്ച രൂപത്തിൽ പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ലെറ്റേഴ്സ് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്.